കടന്നു എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, തിരുവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഓരോ വചനങ്ങളും നമ്മൾ നോക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തിരുവചനം വായിക്കുന്നവരും ഈ വചനം കേൾക്കുന്നവരും പ്രസംഗങ്ങൾ കേൾക്കുന്നവരും സകല ജനവും ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുട്ടുമടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഈ മുഴുലോകത്തിലുമുള്ള സകല ജനങ്ങളും യേശുവിനെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം മുട്ടുമടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മളിൽ അനേകർ ആഗ്രഹിക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവത്തെ വലിച്ചിറക്കി നമ്മളെ ഇഷ്ടത്തിനകത്ത് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ ഒരിക്കലും നമ്മളെ ഇഷ്ടത്തിന് വലിച്ചാൽ വരുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ദൈവം അതല്ല. നമ്മളെ ഇഷ്ടത്തിന് വലിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിന് തോളിലെടുത്തുകൊണ്ട് വച്ച് ആരാധിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിന് ഒത്തവണ്ണം തൂക്കിയെടുത്ത് കൊണ്ട് നിർത്താൻ പറ്റുന്ന ആ ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും എൻ്റെ ഇഷ്ടത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും ആ ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മുടെ ചൊൽപ്പടിക്കകത്ത് നിർത്താനല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തരും ക്രിസ്തുവിൽ വചനത്തിലൂടെ വളർന്ന് ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ കീഴടങ്ങി ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ ഫലം കായ്ച്ച് ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ഒരു ദിവസം ഇവിടം വിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിൽ ഹല്ലേലൂയ എല്ലാ നിറവിനാലും നിറഞ്ഞ് ആമേൻ എല്ലാ നിറവിനാലും നിറഞ്ഞ് ഒത്ത മണവാളനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒത്ത മണവാട്ടിയായി ഒരു ഊനവുമില്ലാത്ത കുഞ്ഞാടിന് ഒത്ത മണവാട്ടിയായി ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കൂത്തി തുളച്ചു വരും, അവനെ കാണും. ആമേൻ ഹല്ലേലൂയ. വെളിപ്പാട് 1:7 പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കൂത്തി തുളച്ചു വരും, അവനെ കാണും. അവൻ മേഘാരൂഢനായി. കർത്താവ് മേഘാരൂഢനായി വരാറായി. ആ കർത്താവിന് സകല കണ്ണുകൾ കാണാറായി. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം മേഘത്തിനപ്പുറം മറഞ്ഞ എൻ്റെ ദൈവം. ഓ സ്വത്രം ഹല്ലേലൂയ. സ്വത്രം 2 ആ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു കയറി പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് സ്വത്രം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1 അവസാന ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു കയറിപ്പോയപ്പോൾ മേഘത്തിൻ്റെ അവിടം വരെ ശിഷ്യന്മാർ കണ്ടു. മേഘത്തിനകത്തുകൂടെ മേഘത്തിൻ്റെ അപ്പുറം മേഘത്തിൻ്റെ അപ്പുറം വരെ പോകുമ്പോൾ ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി എൻ്റെ ദൈവം ഇതാ വരാൻ പോകുന്നത് എങ്ങനെ? മേഘാരൂഢനായി അവൻ വരാറായി. ഏത് കണ്ണും അവനെ കുത്തി തുളച്ച് കാണും. ഏത് കണ്ണും അവനെ കുത്തി തുളച്ച് കാണും. അതേ സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, എൻ്റെ യേശു എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ നിങ്ങളെ ചൊൽപ്പടിക്ക് എൻ്റെ അപ്പനെ കൊണ്ട് നിർത്താനല്ല എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ വചനപ്രകാരം ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ഞാനും നിങ്ങളും അപ്പൻ്റെ പദ്ധതിക്കകത്ത്, അപ്പൻ്റെ കൃപയ്ക്കകത്ത്, അപ്പൻ്റെ അഭിഷേകത്തിനകത്ത്, അപ്പൻ്റെ സാന്നിധ്യത്തിനകത്ത് ഓടിക്കയറി ആ പെട്ടകത്തിനകത്ത് കയറി ജീവരക്ഷയ്ക്കായി ഓടിപ്പോകണമെന്ന് ആമേൻ പുറകോട്ട് തിരിയല്ലെന്നും എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇതിനകത്ത് ആലയത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ചലിക്കുന്ന ഒരു ദൈവമല്ല ഞാനും നിങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവം. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സകലരെയും ചലിപ്പിക്കുന്ന, സകലത്തെയും ചലിപ്പിക്കുന്ന ഒരു ദൈവമാണ്.
ഓ, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സകലരെയും ചലിപ്പിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അത് എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജനം ഇരിക്കേണ്ടും വണ്ണം ഇരുന്ന് മടക്കേണ്ടും വണ്ണം മുട്ടും മടക്കി ആരാധിക്കുന്നതാണോ വേണ്ടത്, അതോ ജനത്തിൻ്റെ ഇഷ്ടത്തിന് ചട്ടക്കൂട് ഒരുക്കുകയാണോ വേണ്ടത്? സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നുള്ള ബോധം വേണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക പോകണം. ദൈവത്തിനെ നമ്മൾ അടുത്ത് വലിച്ച് നമ്മളെ ഇഷ്ടത്തിൻ്റെ ഒത്തവണ്ണം കൊണ്ടിരുത്താനല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം പോകണമെന്നാണ് ദൈവം 8-ാം അധ്യായം ആവർത്തന പുസ്തകം 8:1 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ പറയുന്നു. വായിച്ച് 8-ാം അധ്യായം ആവർത്തനം എല്ലാവരും എടുക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. അപ്പൊ ചിലത് കൈവശമാക്കണമെങ്കിൽ ചിലത് പ്രമാണിക്കണം. ആ വചനം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണം. ക്രിസ്തു യേശു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എൻ്റെ അപ്പൻ്റെ ഹിതപ്രകാരം പോയാൽ മാത്രമേ അപ്പച്ചൻ്റെ വചനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ആ ദൈവ ഭയത്തോടെ ആ ദൈവഭക്തിയോടെ ഞാൻ ആരാണെന്നും ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നും അത് തിരിച്ചറിഞ്ഞ് വേണം ഞാൻ പോകാൻ. ഞാൻ എപ്പോഴും ചിന്തിക്കണം ഞാൻ ആരാണെന്ന്. ഓ ആമേൻ 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 ആമേൻ. ഞാൻ എപ്പോഴും ചിന്തിക്കണം ഞാൻ ആരാണെന്ന്. ഒരിക്കൽ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതി വെച്ചു, തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചു, ഹല്ലേലൂയ, ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. ആമേൻ. അപ്പോസ്തലൻ എഴുതി വെച്ചു തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ മനുഷ്യന്മാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവത്തിന്റെ മനുഷ്യന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ലോകത്തിന്റെ മനുഷ്യനുണ്ട്, പിശാചിന്റെ മനുഷ്യനുണ്ട്, ദൈവത്തിന്റെ മനുഷ്യനുണ്ട്. നമ്മൾ ഏത് മനുഷ്യനാണ് ഇതിനകത്ത്? ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ. ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യൻ.
അന്ന് നിന്നെ അതിനകത്തിറങ്ങി തൂക്കിയെടുത്ത കരുണാസമ്പന്നനാകുന്ന ദൈവത്തെ മറക്കരുത്. എന്നെ ആര് രക്ഷിക്കും, എനിക്ക് ആര് വിടുതൽ തരും, എന്നെ ആര് സഹായിക്കുമെന്ന് കരഞ്ഞ ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് നിനക്ക് എല്ലാ സൗഭാഗ്യവും ദൈവം തുറന്ന് തന്നിട്ടും ഇന്ന് മടി ആരാധനയ്ക്ക് മാത്രമല്ലേ, പള്ളി വരാൻ മാത്രമല്ലേ, സ്തുതിക്കാൻ മാത്രമല്ലേ, എന്ത് പറ്റി? അന്നാകാറില്ല, ആരാധനയ്ക്ക് കുറവില്ല. വൈകുന്നേരം ആകുമ്പോൾ, രാത്രിയാകുമ്പോൾ, വെളുപ്പാങ്കാലാകുമ്പോൾ, ഉച്ചയ്ക്കാകുമ്പോൾ നോക്കുമ്പോൾ ആഹാരമില്ല, വിശപ്പാണ്. പക്ഷെ അപ്പോഴും ആ വീട്ടിനകത്ത് പ്രാർത്ഥനയുണ്ട്, ആ വീട്ടിനകത്ത് ആരാധനയുണ്ട്, ആ വീട്ടിനകത്ത് സ്തുതിയുണ്ട്, ആ വീട്ടിനകത്ത് സ്തോത്രമുണ്ട്, ആ വീട്ടിനകത്ത് മഹത്വമുണ്ട്. പക്ഷെ ഇന്നെല്ലാം ഉണ്ട്. രാവിലെ കാപ്പിയുണ്ട്, ഇറച്ചി ഉൾപ്പെടെ, ഉച്ചയ്ക്ക് ചോറുണ്ട്, അടുത്ത് 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞിയൊക്കെ വേണമുള്ളത്, പഴങ്കഞ്ഞിയുണ്ട്, സ്വത്രം ഹല്ലേലൂയ. 4 മണിയാകുമ്പോൾ ചൂടുദോശയും സ്വത്രം, ഒരു മുട്ടക്കറിയുണ്ട്. രാത്രിയാകുമ്പോൾ അടുത്ത ആഹാരമുണ്ട്. 11:30 പുട്ട് കഴിക്കുന്നവർക്ക് പുട്ടും കടലക്കറിയും എല്ലാം ഉണ്ട്. പക്ഷെ പ്രാർത്ഥന മാത്രമില്ല, ആമേൻ, ആരാധന മാത്രമില്ല, സ്തുതി മാത്രമില്ല, സ്തോത്രം മാത്രമില്ല, നന്ദി പറയൽ മാത്രമില്ല. എൻ്റെ ദൈവം നടത്തിയ വിധങ്ങൾ മറക്കരുത്. ഇത്ര പെട്ടെന്ന് മറക്കരുത്, ഇത്ര പെട്ടെന്ന് മറക്കരുത്. അഹങ്കാരം നമ്മളെ മൂടരുത്. മറന്നു പോവരുത്. നന്ദിയില്ലാത്തവരാകല്ലേ, നന്ദിയില്ലാത്തവരാകല്ലേ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്. അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. അവൻ നിന്നെ താഴ്ത്തുകയും, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. അപ്പോഴുണ്ടല്ലോ വിശപ്പിലിരുന്ന് ആരാധിക്കും, വിശപ്പിലിരുന്ന് സ്തുതിക്കും, വിശപ്പിലിരുന്ന് സ്തോത്രം പറയും. പ്രയാസം വരുമ്പോൾ ആ പ്രയാസമായി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കും. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ ഇരിക്കും. സ്തോത്രം. വേദന വരുമ്പോൾ അവിടെ ഇരിക്കും, ദുഃഖം വരുമ്പോൾ അവിടെ ഇരിക്കും, കണ്ണീര് വരുമ്പോൾ അവിടെ ഇരിക്കും. കാരണം എന്തെന്നറിയാമോ? അന്ന് ആഹാരമില്ലെങ്കിലും, അന്ന് വസ്ത്രമില്ലെങ്കിലും, പ്രതീക്ഷിക്കുന്ന ഒന്നും ഇല്ലെങ്കിലും ശരി, അന്നുണ്ടല്ലോ എൻ്റെ ദൈവത്തിനൊരു വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിശ്വാസമില്ല, ഇന്ന് ദാഹമില്ല, ഇന്ന് ആഗ്രഹമില്ല, ഇന്ന് ആത്മാവിന്റെ ബലമില്ല. ഇന്ന് ദൈവം ചോദിച്ചതെല്ലാം വാരി കോരി എല്ലാം തന്നു, എല്ലാം തന്നു, എല്ലാം തന്നു, എല്ലാം തന്നു. വീട്ടിനകത്ത് ഇല്ലാത്ത സാധനമില്ല, ആഹാരം കുറവുള്ള ഒന്നുമില്ല, കയ്യിൽ പൈസ ഉണ്ട്, റോഡിൽ പോകുമ്പോ ഇഷ്ടത്തിനൊത്തവണ്ണം വാങ്ങി കഴിക്കാനും തന്നപ്പോ, വാഹനം 1 അല്ല 2 അല്ല 3 അല്ല, എല്ലാം തന്നപ്പോ ഒരു ഡ്രസ്സിന് മറു ഡ്രസ് ഇല്ലാതെ കിടന്നൊരു കാലഘട്ടം, കീറിയത് തച്ച കാലഘട്ടം, നാണം കെട്ട് കൈപൊത്തിയ കാലഘട്ടം. ഇന്ന് 100 ഡ്രസ് മാറി മാറി ഇടാൻ തന്നപ്പോൾ അത് നമ്മൾ പള്ളി ഇടൂല, കല്യാണത്തിന് മാത്രമേ ഇടൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞൂടാ. വരി അകത്ത് കിടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മ തരുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? ആരെ വേണ്ട? തന്നവനെ വേണ്ട, നടത്തിയവനെ വേണ്ട, കരുതിയവനെ വേണ്ട, ആ കണ്ണീരൊപ്പിയവനെ വേണ്ട. ജീവിക്കണ്ട, മരിച്ചാൽ മതി ഇറങ്ങി ഓടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് മരണത്തിന് റെയിൽവേ ട്രാക്കിലേക്ക് ഓടിയപ്പോ തടഞ്ഞു നിർത്തിയ ഒരു കരമുണ്ട്. അന്ന് ആ കരം കൊള്ളാമായിരുന്നു. ഇന്ന് വഴികളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ചപ്പോ, പ്രാർത്ഥനയ്ക്ക് മറുപടിയെല്ലാം കിട്ടിയപ്പോ, ആമേൻ, എല്ലാം വിടുതലും കിട്ടിയപ്പോ, പ്രതീക്ഷിച്ച എല്ലാം വന്നപ്പോ, ഇനി എന്തിനാ ആരാധിക്കുന്നത്? ഇനി ഞാൻ സ്തോത്രം, ഹല്ലേലൂയ. അല്പസമയം വേണമെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ അവർക്ക് വേണമെങ്കിൽ, ആ പള്ളിക്കാർക്ക് വേണമെങ്കിൽ ചെന്ന് ആ കസേരയിരിക്കാം. സ്തോത്രം എന്ന് പറയുന്ന ലോകമായി ഇന്ന് മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? നന്ദിയില്ലാത്ത ഒറ്റ വർഗമേ ഉള്ളൂ. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും കർത്താവിൻ്റെ കരം കൊണ്ട് നിർമ്മിച്ച ഒറ്റ വർഗമാണ് ഞാൻ നിങ്ങൾ. നന്ദിയില്ലാത്ത വർഗം. സ്തോത്രം. ആരാധിക്കാൻ നന്ദിയില്ല, സ്തുതിക്കാൻ നന്ദിയില്ല, അപ്പനെ മഹത്വപ്പെടുത്താൻ നന്ദിയില്ല, വിടുവിച്ച വിധങ്ങൾ ഓർക്കാൻ നന്ദിയില്ല. നന്ദിയില്ലാത്ത ആ മൃഗങ്ങൾക്ക് നന്ദിയുണ്ട്. സ്തോത്രം. പൂച്ചകൾക്ക് നന്ദിയുണ്ട്. കോഴി കൂട് തുറന്നാൽ അതിൻ്റെ ഉടയവനെ അതിനറിയാം, പശുക്കൾക്കറിയാം, കാളക്കറിയാം, പന്നിക്ക് പോലും അറിയാം, സകലത്തിനും അറിയാം. എന്നാൽ മനുഷ്യനും നമ്മളെല്ലാം കഴിഞ്ഞുള്ള സമയം കൊടുക്കൂ. എല്ലാം കറങ്ങി കറങ്ങി നിന്നിട്ട് നമ്മൾ ഇരിക്കൂ. എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മിച്ചം ഉണ്ടെങ്കിൽ കൊടുക്കൂ. എന്നാൽ ഞാൻ സ്റ്റാർ എന്ന് പറയാൻ നമ്പർ 1 ആണ്. പക്ഷെ ഞാൻ പറയാം, എൻ്റെ നിങ്ങളുടെ കുറവുകളെ ദൈവം ഉണർത്തുമ്പോൾ മുട്ടുമടക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ
ഹല്ലേലൂയ. കണ്ണീരോടെ കരഞ്ഞ് നിലവിളിച്ച് രാത്രി നേരം പുലരും വരെ കരഞ്ഞ് 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 കട്ടിലിൽ നനച്ച അനേകരുണ്ട്. പക്ഷെ അന്ന് എൻ്റെ അപ്പൻ ഇറങ്ങി വന്ന് സ്നേഹിച്ചു, വേദന മാറ്റി, കണ്ണീരൊപ്പി. ആമേൻ, സ്വത്രം. നിലവിളി മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി, അന്തരീക്ഷം മാറ്റി, സാഹചര്യങ്ങൾ സാധ്യതകൾ മാറ്റി. പക്ഷെ അപ്പോഴും ദൈവം കൊള്ളായിരുന്നു കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് സാഹചര്യം മാറിയപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി. ഇനി ഈ ദൈവം വേണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കക്ഷത്തിലിരിക്കണം. ആ ദൈവം, ഈ ദൈവം. അങ്ങനെയായി മനുഷ്യൻ്റെ അവസ്ഥ. ലോകം അതിൻ്റെ പോക്ക് എങ്ങോട്ട്? അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ ആവർത്തന പുസ്തകം അടുത്ത വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല, വിശപ്പിച്ചിരുത്തി മക്കളെ. ഈ അപ്പം കൊണ്ട് മാത്രമല്ല, എൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വചനം ഉണ്ടല്ലോ, ഈ വചനം നിന്നെ ജീവിപ്പിക്കും. ഈ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് നീ അറിയണം. ഈ ലോകത്തിൻ്റെ അപ്പത്തിൻ്റെ സന്തോഷത്തിൻ്റെ അപ്പുറത്തൊരു സന്തോഷം എൻ്റെ വചനം എന്ന അപ്പത്തിനകത്തു. ഓ ആമേൻ, 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 ആമേൻ. ഓ ഓ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എന്നെ ആരാധിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ വചനത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ചലിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷം എന്തെന്ന് നീ തിരിച്ചറിയണം. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്തോഷം നീ തിരിച്ചറിയണം. ഈ സന്തോഷം നീ തിരിച്ചറിയണം. ഇല്ല എങ്കിൽ പോക്കാണ്. നീ ഈ സന്തോഷം അറിയണം. നിന്നെ വിശപ്പിക്കാൻ കാരണമുണ്ട്. നിന്നെ വിശന്നിരുത്താൻ കാരണമുണ്ട്. എൻ്റെ വചനമാകുന്ന അപ്പം, ജീവനുള്ള വചനമാകുന്ന അപ്പത്തിൻ്റെ ശക്തി എന്തെന്ന് നീ ഭക്ഷിക്കുക. ഞാൻ നിന്നെ ചിലപ്പം വിശപ്പോടെ ഇരുത്തി, അന്ന് നീ ഭക്ഷിച്ച് പാനം ചെയ്തു. എൻ്റെ ശക്തി എന്തെന്ന് നീ തിരിച്ചറിഞ്ഞു. പക്ഷെ നന്മകൾ കൂമ്പാരമായി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ നിനക്ക് എന്നെ കാണുമ്പോൾ തന്നെ അലർജി, സഭ കാണുമ്പോൾ അലർജി, ആരാധന കേൾക്കുമ്പോൾ അലർജി. ഓ ഞായറാഴ്ചയല്ലേ, ഇനിയിപ്പോൾ 2 മണിക്കൂർ അവിടെ ചെന്ന് ഇരിക്കണമല്ലോ, അലർജി. ഓ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഇരിക്കണമല്ലോ, അലർജി. എന്നാൽ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. അയ്യോ ഇത്തിരി നേരത്തെ എത്തിയെങ്കിൽ, അയ്യോ ഇത്തിരി കുറച്ച് സമയം കൂടെ ആരാധന ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ പെട്ടെന്ന് തീർന്നത് പോലെ തോന്നുന്നു, അയ്യോ 1 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ പണ്ടത്തെ പോലെ രാവിലെ തൊട്ട് 5 മണി വരെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ചുരുക്കം ചിലർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഈ ലോകത്തിൻ്റെ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, ഈ ലോകത്തിൻ്റെ വെള്ളത്തിനായിട്ടുള്ള വിശപ്പല്ല. അവർ ഞായറാഴ്ച ക്രിസ്ത്യാനികളല്ല, അവർ ക്രിസ്തുവിൻ്റെ മക്കളാണ്. അവർക്ക് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ദാഹമുണ്ട്. അതുകൊണ്ട് അവരെ ദാഹിക്കുന്നുണ്ട്. അവർക്കറിയാം ഏക സന്തോഷം യേശുവാണ്. യേശുവിൻ്റെ അടുക്കൽ മാത്രമാണ് എല്ലാം കിട്ടുന്നതെന്ന് അവർക്ക് അറിയാം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പച്ചൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകരുത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന്. വചനം കൊണ്ട് ജീവിക്കണം. വചനം കൊണ്ട് എത്ര പേര് ഏറ്റെടുക്കും വചനം? ആമേ, ഈ വചനം, ഈ വരി എത്ര പേര് ഏറ്റെടുക്കും? വചനം കൊണ്ട് ജീവിക്കണം, വചനം കൊണ്ട് ജീവിക്കണം. ഈ വചനം എൻ്റെ അകത്തിറങ്ങി എന്നെ ജീവിപ്പിക്കണം. ഓഹോ ആമേൻ, ആമേൻ. ആരാധിക്കാൻ മടിയുള്ള എൻ്റെ ആ മടി എന്ന ചത്ത അവസ്ഥയെ ജീവിപ്പിക്കാം. ഈ ജീവനുള്ള വചനം ഇറങ്ങണം. ആമേൻ, ആമേൻ. വാ തുറന്ന് സ്തുതിക്കാൻ പറ്റാതെ, കൈ അടിക്കാൻ പറ്റാതെ, ആരാധിക്കാൻ പറ്റാതെ, വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റാതെ, സ്വത്രം പറയാൻ പറ്റാതെ, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഇരിക്കാൻ പറ്റാതെ, പള്ളി എന്ന് പറയുമ്പോഴേ അലർജി ഇടുന്ന ആ ഇരുട്ടിൻ്റെ ശക്തി തകരാൻ വേണ്ടി, ആ ചത്ത അവസ്ഥയ്ക്കകത്ത് ജീവൻ വരാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ വചനമാകുന്ന അപ്പം, ഹല്ലേലൂയ, നമ്മളെല്ലാം ഈ അപ്പം പ്രാപിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഈ അപ്പം നമ്മൾ ഭക്ഷിക്കണം. അടുത്ത വാക്യം വായിച്ചേ. സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനെ അടുത്ത വരി. നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ല, നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും, മന്ന കൊണ്ട് നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വരി. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം. നോക്കിക്കേ, ഈ 40 സംവത്സരം കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, എത്ര കാലം അത് ഇതും ഇല്ലായിരുന്ന കാലഘട്ടമില്ലേ? എൻ്റെ ദൈവം ചോദിക്കുകയാണ്, ഈ 40 വർഷം നീ സഞ്ചരിച്ചു. പക്ഷേ ഒന്നുകൂടെ വായിച്ച വരി. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല. അടുത്ത്, നിന്റെ കാൽ വീങ്ങിയതുമില്ല. അടുത്ത വരി. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. അടുത്ത വരി കണ്ടോ, നടത്തിയ വിധങ്ങൾ. അടുത്ത വരി. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ, അതുകൊണ്ട് കഴിഞ്ഞ നാടുകൾ
നാളുകളിൽ ആമേൻ വസ്ത്രം ദൈവം തന്നില്ലേ, ആഹാരം ദൈവം തന്നില്ലേ, കിടക്കാൻ കിടക്കണം തന്നില്ലേ, ആമേൻ നിലവിളിച്ച സമയം ഇല്ലായിരുന്നോ? കർത്താവേ ഈ ഷെഡ് എന്ന് മാറും, ഈ ഓല എന്ന് മാറും, അപ്പാ ഈ കണ്ണീർ എന്ന് മാറും, ഈ ഞരക്കം എന്ന് മാറുമെന്ന് കരഞ്ഞ നിലവിളിച്ച ദിവസം ഇല്ലായിരുന്നോ? ദൈവമേ ഭക്ഷണം ഇല്ലല്ലോ, ദൈവമേ ഒരു വസ്ത്രത്തിന് മറുവസ്ത്രം ഇല്ലല്ലോ, അയ്യോ ദൈവമേ ഒരു വഴി തുറക്കുന്നില്ലല്ലോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്ത് ചെയ്യുമെന്ന് ഞരങ്ങിയ ഒരു സന്ദർഭമില്ലേ? അയ്യാ എല്ലാ വഴിയും അടഞ്ഞു എന്ന് കരഞ്ഞ ഒരു സന്ദർഭമില്ലേ? എന്നാൽ എല്ലാം ദൈവം നമുക്ക് തുറന്നു തന്നില്ലേ സഹോദരങ്ങളെ? ഇനി എന്താ ദൈവം തരേണ്ടത്? ഇപ്പൊ എന്റെ ദൈവത്തെ നമുക്ക് വേണ്ട. ദൈവം എല്ലായിടത്തും നമ്മളെ കരുതി, നമ്മളെ നടത്തി, നമ്മളെ പരിപാലിച്ചു. നമ്മൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത് അപ്പന്റെ കരം താങ്ങി. എന്നാൽ ഇന്ന് താങ്ങിയവന് നമ്മൾ മറന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്നു. ആകയാൽ നീ യഹോവയുടെ വഴികൾ നടക്കണം. നടക്കേണ്ടത് നേരത്തെ ഈ ദൈവദാസനിലൂടെ കേട്ടു. യഹോവയുടെ വഴികൾ നടക്കണം. ആ നടപ്പ് കർത്താവിന്റെ പാതയിലായിരിക്കണം. യഹോവയുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയല്. ആമേൻ. സൈന്യങ്ങളുടെ യഹോവയുടെ വഴി വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവനെ ഭയപ്പെട്ട്. ആരെ ഭയപ്പെടണം? ആമേൻ. ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് ഭയമില്ലാത്ത ഒരേ ഒരാളെ ഉള്ളത് ദൈവം. നമുക്ക് ആർക്കും ഭയമില്ല. ദൈവത്തിന് സ്തോത്രം. ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നരകത്തിക്ക് തള്ളിയിടുന്നുള്ള ഭയമല്ല. ഞാൻ എപ്പോഴും പറയും എന്താണ് ഭയമെന്ന്. നമുക്ക് ഭയമില്ലാത്ത ഒരാളിനെ ഉള്ളൂ, ദൈവത്തെ. മനുഷ്യനെ ഭയമാണ്, ദേശത്തെ ഭയമാണ്. ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. നമ്മളെ കൂട്ടുകാർ കണ്ടോ അറിഞ്ഞോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും, ഭയപ്പെടും. നമ്മളെ അധ്യാപകർ പഠിപ്പിക്കുന്ന അധ്യാപകർ വല്ല അറിഞ്ഞോ കണ്ടോ എന്ന് ചോദിക്കും, ഭയപ്പെടും. മാതാപിതാക്കൾ കണ്ടോ അറിഞ്ഞോ എന്ന് ഭയപ്പെടും. ഇനി ചർച്ചിൽ നടത്തുന്ന പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററോ സിസ്റ്ററോ കാര്യങ്ങൾ അറിഞ്ഞോ എന്ന് ഭയപ്പെടും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ്, മൈക്ക് കൂടെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് ഒളിച്ചു വെക്കും. എന്നാൽ എൻ്റെ ദൈവം 24 മണിക്കൂർ നിന്നെ ലൈവായി കണ്ടിട്ട് ആമേൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന ദൈവത്തെ ഭയമില്ലാത്ത ഒരു വർഗമേ ഉള്ളൂ. ഓ, അതാണ് മനുഷ്യനാകുന്ന ഞാനും നിങ്ങളും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യനെ ഭയപ്പെടും, പക്ഷെ ദൈവത്തെ ഭയമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കൂല. ദൈവത്തെ ആരാധിക്കേണ്ട ആരാധിക്കൂല. ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നെന്നുള്ള ബോധമില്ല. എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ എല്ലാം ഉണ്ടെന്നുള്ള ബോധവും ഇല്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്. കീഴടങ്ങണം, ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങണം. ഞാനും നിങ്ങൾ അഹങ്കരിക്കുമ്പോഴാണ് കീഴടങ്ങാൻ പറ്റാത്തത്. എൻ്റെയും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ദൈവത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ അഹങ്കാരമാണ്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീയാണ് എൻ്റെ മുൻപിൽ കീഴടങ്ങേണ്ടത്. ഓ, ഇന്ന് ഇതിനകത്ത് എന്നോട് നിങ്ങളോട് കർത്താവ് വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്, കീഴടങ്ങ്, മുട്ടുമടക്ക്, എൻ്റെ പാദപീഠത്തിൽ വീഴ്. ഞാൻ യഹോവയെന്ന് നീ തിരിച്ചറിയ്. എൻ്റെ വചനം വിട്ട് നീ മാറരുത്, എൻ്റെ പാതയിൽ നിന്ന് മാറരുത്. അടുത്ത വരി. ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കൽപ്പനകൾ പ്രമാണിക്കണം. അടുത്ത്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ നല്ല ഒരു ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കനാൻ ദേശമാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ഒരു ദേശമുണ്ട്, അത് സ്വർഗമാണ്. അത് യേശു ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടോട്ടാണ് പോകുന്നത്. അവിടെ ഊനമില്ലാത്ത ഒരുവൻ ഇരിക്കുകയാണ്. 24 മണിക്കൂർ സാറാപ്പുകൾ അവിടെ അവിടുത്തെ ആരാധന വല്ല ഉറങ്ങിയാണ് നമ്മളിവിടെ വന്നിരുന്ന് ഉറങ്ങി എണീറ്റ് പലരും പോകും. അവിടുത്തെ ആരാധന വല്ല ഉറങ്ങി തൂങ്ങിയുള്ള ആരാധനയാണ്. ദൂതന്മാർ അങ്ങോട്ട് നോക്കണം. കിരീടങ്ങളെ താഴെ വെച്ച് നീ ഉറക്കപ്പെട്ടു. നിന്റെ ആ രക്തം കൊണ്ട് സകല ഭാഷക്കാരെ, വർഗക്കാരെ, ഗോത്രക്കാരെ നീ വേലക്ക് വാങ്ങി എന്ന് പറഞ്ഞ് 24 മൂപ്പന്മാർ 4 ജീവികൾ ഇതാ കർത്താവായ യേശുവിനെ കണ്ടുകൊണ്ട് താഴെ വീട് നമസ്കരിക്കുകയാണ്. എല്ലാ മഹത്വവും ബഹുമാനം പുകഴ്ചയും ആരാധന സ്തുതി സ്തോത്രവും. സ്വർഗത്തിൽ ആരാധനയുടെ സ്ഥലമാണ് സ്വർഗം. അവിടെ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൂതന്മാർ ദൈവത്തെ അറിഞ്ഞാരാധിക്കുമ്പോൾ മനുഷ്യനാകുന്ന നമ്മള്, സകലത്തെയും കീഴടക്കി വാഴാൻ വിളിച്ച നമ്മള്, സ്തോത്രം, നമ്മുടെ ആരാധന എങ്ങനെയെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. കർത്താവ് പറയുകയാണ്. അടുത്ത പരിവായിച്ചേ. നിന്റെ ദൈവമായ
ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അടുത്ത വരി. താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ, നീ ഭക്ഷിച്ച് 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 കുടിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ, കഴിച്ചും കുടിച്ചും തൃപ്തി പ്രാപിക്കുമ്പോൾ, ധരിച്ചും വിറ്റും നട്ടും തൃപ്തി പ്രാപിക്കുമ്പോൾ, നന്മ പ്രാപിക്കുമ്പോൾ, നീ വന്ന വഴി നീ മറക്കരുത്. ഞാൻ നിങ്ങൾ വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്, കിടന്ന സ്ഥലം മറക്കരുത്, എങ്ങനെ ആയിരുന്നെന്ന് മറക്കരുത്, അവിടെ നിന്നൊക്കെ പൊക്കിയെടുത്ത ദൈവത്തെ മറക്കരുത്. മറന്നു പോവരുത്, മറന്നു പോവരുത്, മറന്നു പോവരുത്, മറക്കരുത്. അടുത്തവര് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. എന്ത് ചെയ്യണം? നല്ലതെല്ലാം തരുമ്പോ ഇന്നിനി പള്ളി പോകുന്നില്ല, ജോലി ഇല്ലായിരുന്നു, ജോലി കിട്ടി, ഇന്നിനി പോകുന്നില്ല, എനിക്ക് ആപ്പീസിൽ പോകണം, ആപ്പീസിൽ പോകണം. ജോലി ഇല്ലായിരുന്നു, കരഞ്ഞു വിളിച്ച് ജോലി കിട്ടി, എനിക്ക് ആപ്പീസിൽ പോകണം, ഞായറാഴ്ച ആപ്പീസ്. എനിക്കിനിപ്പോൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊന്നും വയ്യ. ദൈവത്തിന് വേണമെങ്കിൽ എൻ്റെ ആഫീസിനകത്ത് വന്ന് എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഞാനിനിപ്പോൾ ഒന്നും നടത്താനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. സ്വതന്ത്രം നോക്കിയേ, ഉണ്ടോ? കർത്താവ് പറഞ്ഞു നിനക്കെല്ലാം നന്മയും ഞാൻ തരാം. പക്ഷേ കർത്താവിന് അന്നേ അറിയാം എല്ലാം ഏതാണ്ടുള്ളതും നന്മ കിട്ടുമ്പം വിടുമെന്നറിയാം. കർത്താവിന് നന്മ കിട്ടുമ്പം വിടുമെന്ന് അറിയാം. കർത്താവ് ഹൃദയം നോക്കും, ഇതൊക്കെ ഏതൊക്കെ നിൽക്കും, എങ്ങനെയൊക്കെ നിൽക്കും എന്ന് നോക്കും. മനുഷ്യൻ നമ്മളെപ്പോലെയുള്ള ഒരു മുഖം നോക്കും, ദൈവം ഹൃദയം നോക്കും. ആമേൻ. എന്നെ പോലുള്ളൊരു മുഖത്തിങ്ങനെ സ്വാത്രം എന്ന് പറഞ്ഞ് നിർത്തും. എന്നാൽ ദൈവം മുഖം മാത്രമല്ല അകം നോക്കും. ആമേൻ. ഹല്ലേലൂയ. അവിഞ്ഞതും നാറിയതും പുഴുത്തതും ഒക്കെ ഇരിക്കുന്ന അകം അങ്ങ് സ്വത്ര ഷട്ടർ അങ്ങ് തുറന്ന് നോക്കണം. ദുർഗന്ധം വമിക്കുന്ന കാണാം. ആൾക്കാരുടെ മുമ്പിൽ ഒരു നാടകം പോലെ ജാട പോലെ എല്ലാം പുറത്തൊരു മുഖം മൂടി സ്വത്ര അണിഞ്ഞുകൊണ്ട് ഒരു ആക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ സ്വർഗം പറയും നിന്റെ കപട വേഷം കത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യനെ നിനക്ക് പറ്റിക്കാം, പള്ളിക്കകത്ത് പാസ്റ്ററെ പറ്റിക്കാം, ദേശത്തെ പറ്റിക്കാം, കുടുംബങ്ങളെ പറ്റിക്കാം, ബന്ധുക്കളെ പറ്റിക്കാം. എൻ്റെ ദൈവത്തെ എനിക്ക് നിനക്കും പറ്റിക്കാൻ കഴിയത്തില്ല. ആമേൻ. ആ ദൈവം ആരെന്ന് അറിഞ്ഞാരാധിക്കണം. അറിഞ്ഞ് സ്തുതിക്കണം, അറിഞ്ഞ് മഹത്വപ്പെടുത്തണം. ആ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞോളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നിനക്കെല്ലാം കിട്ടുമ്പോൾ എൻ്റെ ദൈവത്തിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ നാളുകൾ കേട്ടതാണ്, നമ്മൾ പലരിലൂടെയും കേട്ടതാണ്. സ്തോത്രം. ജീവിക്കാൻ സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പാവപ്പെട്ട പാസ്റ്റർ ഒരു പശുവിനെ വാങ്ങിക്കൊടുത്തു. ഒറ്റ പശുവായി, 2 പശുവായി, 3 പശുവായി. പിന്നെ അയാൾ പള്ളി കാണാനില്ല. പാസ്റ്റർ ചോദിച്ചു, എന്താ ബ്രദറെ പള്ളി വരാത്ത? അത് പശുവിനെ കുളിപ്പിക്കണം, പാല് കൊടുക്കണം, കൊണ്ടുകൊടുക്കണം, പിന്നെ പുല്ല് പറിക്കണം, അതിന് സ്വത്രം വയ്ക്കോല് വാങ്ങണം, അതിനെ കുളിപ്പിക്കണം, അതിനെ വൃത്തിയാക്കണം. ഇതിനെല്ലാത്തിനും ഇപ്പം ഇനി ഞാൻ മാത്രം പോരാ, എൻ്റെ ഭാര്യയെ ഇനി പള്ളി വിടാതാക്കണം, എൻ്റെ മക്കളെ ഇനി പള്ളി വിടാതാക്കണം, എങ്കിലേ ഇത് പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയായി ലോകം. അന്ന് ജോലിയില്ല, പൈസ ഇല്ല, അന്ന് ആരാധനയുണ്ട്. ഇന്ന് എല്ലാം 3-4 ചക്രം കയ്യിൽ വന്നപ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടൂല. എനിക്കറിയാം ജീവിക്കാൻ. ദൈവത്തിന് സ്വത്രം. ഒരു ചക്രം പോലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലെന്ന് ഓർത്തോളൂ ഞാൻ നിങ്ങളും. ദൈവം ആരെന്നും ദഹിപ്പിക്കുന്ന അഗ്നി ഇവിടെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നതും. സ്വർഗത്തിലെ ദൈവം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിന്റെ മുമ്പാകെ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു എന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ആരെന്ന് അറിഞ്ഞോളണം, ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പട്ടം കുട്ടികൾ പറത്തുന്ന പട്ടമല്ല ദൈവം. നമ്മുടെ കയ്യിൽ കുട്ടികൾ തട്ടിക്കളിക്കുന്ന ഒരു ബോളല്ല ദൈവം. ദൈവത്തിന് സ്വത്രം. മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം കാലുകൊണ്ട് തട്ടി അപ്പുറത്തിട്ട് കളിപ്പിക്കുന്ന ഒരു ദൈവമല്ല. സത്യ ദൈവത്തെ അറിഞ്ഞാരാധിക്കണം, മനസ്സിലാക്കി ആരാധിക്കണം, മനസ്സിലാക്കി സ്തുതിക്കണം. അത് വീട്ടിനകത്തും അങ്ങനെ ആയിരിക്കണം, പള്ളിക്കകത്തും അങ്ങനെ ആയിരിക്കണം. കൊടുക്കേണ്ടവന് വില കൊടുത്തേ തരൂ.
റിപരദര ശകബന റൂഡബന റിബലദര സകൽകനാദര ശമനഗരഗജന രന്തൽകനാദര ശിവനഗരഗജന അസ്തതരഗജനന്തരാദര. അടുത്ത വരി വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാൻ. നിന്റെ ദൈവമാകുന്ന യഹോവ. ഇന്ന് എല്ലാവരും മറന്നേരെയാ. വീട് കിട്ടി, വസ്തു കിട്ടി. നോക്കിക്കേ, നമ്മൾ പ്രാർത്ഥിക്കും, കുഞ്ഞായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ കുഞ്ഞ് പഠിക്കണം, പഠിക്കണം. പഠിച്ചു, വളർന്നു, സ്വാത്രം. 10-ലായി. പിന്നെ പ്രാർത്ഥന എന്നറിയുമോ? കർത്താവേ ഈ കൊച്ചു ഫുൾ A+ഓടെ. അല്ലെങ്കിൽ പിന്നെ ചിലർ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഒന്നാമത് എൻ്റെ കുഞ്ഞ് എന്നെ ജയിക്കണം. സ്വാത്രം. പ്രാർത്ഥിച്ച് ജയിച്ചു. പുറത്തു വന്ന് അങ്ങനെ പ്രാർത്ഥിക്കരുത്. മുഴുമാർക്ക് വാങ്ങട്ടെ. ദൈവത്തിന് സ്വാത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ. എല്ലാം കിട്ടി. പിന്നെ പള്ളി വരില്ല. അടുത്ത അഡ്മിഷന് വേണ്ടി ഒരു പ്രാർത്ഥന. അഡ്മിഷൻ കിട്ടി. അടുത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥന. ജോലി കിട്ടിയപ്പോൾ പറയുന്നത് ഇനി ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒന്നും വ്യാഴാഴ്ച ഒന്നും എന്നെ കിട്ടൂല. ദൈവത്തിന് വേണമെങ്കിൽ ഞാൻ ജോലിക്ക് ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് വേണമെങ്കിൽ കസേരയിട്ട് വന്നിരിക്കട്ടെ. എന്നെ ഇനി 4 ചക്രം വന്നപ്പോൾ 4 ജോലി വന്നപ്പോൾ ആക്ക് ജോലി എവിടെ? എത്ര വർഷം ഇവിടെ? ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതിൻ്റെ പ്രതാപം ദുഃഖം അത്രയും ദിവസമേ ഉള്ളൂ. ഓട്ടവും വെപ്രാളം പെടയാലും. 55 ആകുമ്പോൾ പെൻഷൻ. 55 60 എനിക്കറിയത്തില്ല. അവർ നല്ല സമയമെല്ലാം ഊറ്റിയെടുത്ത് പൈസ തന്നിട്ട് അതിന് ശേഷം കൊത്തിനെല്ലാം വലിച്ചെറിയും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന എത്ര പ്രായം ചെന്നാലും വലിച്ചെറിയത്തില്ല. അപ്പൻ്റെ മക്കളാണോ അതൊരിക്കലും വലിച്ചെറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്തോത്രം. ദൈവം നന്മ തന്നു കഴിയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കൂല. പ്രശ്നം മാറിക്കഴിയുമ്പോൾ, പ്രതികൂലം മാറിക്കഴിയുമ്പോൾ, വീട് കിട്ടിയാൽ, നന്മ കിട്ടിയാൽ വസ്തുവിന് വേണ്ടി കരയും, വീടിന് വേണ്ടി കരയും, പഠിക്കാൻ ബുദ്ധി കിട്ടാൻ വേണ്ടി കരയും, ജോലിക്ക് വേണ്ടി കരയും. നല്ല കല്യാണം നടത്തണമെന്ന് കാര്യം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പള്ളി വരില്ല. ആദ്യത്തെ 1-2 ആഴ്ച. അത് കഴിഞ്ഞ് പറയില്ല. അടുത്ത പ്രാർത്ഥന തുടങ്ങി. അടുത്തൊരു കുഞ്ഞ് കിട്ടിയ പറയും അപ്പച്ചനായിട്ട് വളർത്താം. കുഞ്ഞിനെ കിട്ടുമ്പോൾ ചാടും ഓടും, വെപ്രാളം ഓട്ടം. 2 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിനകത്ത് ഈ പ്രശ്നമില്ല. ബസ്സിന് 5 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ദൂരെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു ചാട്ടമില്ല. അവിടെ ഇരിക്കും സീറ്റിൽ. അപ്പോൾ കുഞ്ഞിരിക്കും, നമ്മളിരിക്കും, എല്ലായിടും ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിനകത്താണെങ്കിലും ഇരിക്കും. പള്ളി വന്ന എളുമ്പക്കം ചാട്ടവും. സ്തോത്രം. കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കിടത്തി അവിടെ ഇരിക്കുമ്പോൾ അവരും ദൈവവചനം കേൾക്കും. അവരെയും സ്തോത്രം. ചിലപ്പോൾ അത്യാവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വരും. ഇല്ലാന്ന് പറ്റൂല. സ്തോത്രം. ചിലപ്പോൾ എമർജൻസി കേസിൽ ഇറങ്ങേണ്ടി വരും. ടക്കനെ ഇറങ്ങി ഉടനെ കുഞ്ഞിനെ കൊണ്ട് അകത്ത് വന്നില്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞ് പള്ളിക്കകത്തിരിക്കില്ല. പള്ളിയിലെ വെളിയിൽ കൊണ്ടുപോയാലേ കുഞ്ഞിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ കുഞ്ഞു പള്ളിക്കകത്തിരിക്കില്ല. അതിനിരിക്കുമ്പോഴേ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൊത്തം വെളിയിരിക്കണം തോന്നും. ആരാ പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിക്കുന്ന വേറെ ആരാ? ശകലം കാണുമ്പോഴേ വിളി തുടങ്ങും. വിളിക്കുമ്പോൾ ഉടനെ ചാടിയെടുത്ത് വെളി കൊണ്ടുപോകും. പിന്നെ വെളിയിൽ പോയി പിള്ളേർ വെളിയിലേ നിൽക്കുള്ളൂ. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ഇത് ഒരു പ്രശ്നവുമില്ല. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വേറെ എവിടെ പോയാലും ഒരു പ്രശ്നമില്ല. അടുത്ത നമ്മുടെ പ്രാർത്ഥന എന്നറിയാം. പള്ളിയിൽ വരുന്ന എത്തി നോക്കി ഇങ്ങനെ പോകും. അത്രേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു 10-500 രൂപ കായ് പാത്രത്തിന് കൊടുത്ത് ഒരു ആരാധന വെച്ചു. ഇന്ന പ്രശ്നം പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, തീർന്നു. ഇത്രേ ഉള്ളൂ ബന്ധം. സഹോദരങ്ങളെ, 4 വിരൽ നീളമുള്ള ഈ ആയുസ് കൊണ്ട് തീരുന്നതാണോ ഈ ബന്ധം? ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കണം. എങ്ങനെ? നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഇതൊന്നും പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാവ് സംസാരിപ്പിക്കുകയാണ്, ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നന്ദിയില്ലാതിരിക്കരുത്. നന്ദി വേണം. സത്യദൈവം ആരാധന നന്ദി വേണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നന്ദി വേണം. ആമേൻ. തോളത്തെടുക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങൾ ആരാധിക്കുന്നുള്ള ഓർമ്മ വേണം. ആ ദൈവം പഴയ നിയമത്തിനകത്ത് എന്തൊക്കെ ചെയ്തെന്നുള്ള ഓർമ്മ വേണം. സ്വത്രം. പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിനകത്ത് അനന്യ സഫീറ കള്ളം ചെയ്തു. എന്ത് സംഭവിച്ചതെന്ന് ഓർമ്മ വേണം. എന്തോന്ന് വേണം? ഓർമ്മ വേണം. പഴയ നിയമത്തിനകത്ത് ദൈവത്തിനെതിരെ ചെയ്തു. ദൈവം ഇറങ്ങി, ഭൂമി വായി പിളർന്നു, ജീവനോട് അതിൻ്റെ അടിയിലോട്ട് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വേദവാക്യം അറിയാം, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അനന്യ സഫീറ അവരെന്ത് ചെയ്തു? ദൈവനാമത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ചു. അവരെ വസ്തു തന്നെയാണ്, അവരെ വസ്തു വിറ്റു. ദൈവം ചോദിച്ചില്ല, അല്ലെങ്കിൽ പാസ്റ്റർ ചോദിച്ചില്ല, നിന്റെ വസ്തുവിൻ്റെ പണമെല്ലാം വെള്ളി കൊണ്ടുപോവാ ചോദിച്ചില്ല. നിന്റെ പണമെല്ലാം എത്ര രൂപയ്ക്ക് വിറ്റു ചോദിച്ചില്ല. എത്ര രൂപ വിറ്റതെല്ലാം ഇനി കൊണ്ടുപോവാ എന്ന് ആരും പറഞ്ഞില്ല. ദൈവദാസന്മാരും പള്ളിക്കകത്ത് പറഞ്ഞില്ല. എന്നാൽ എല്ലാവരും കൊണ്ടുവന്ന് വിറ്റു. ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് അവർ വിറ്റു, പള്ളിക്കകത്ത് വെച്ചു. ആരും പറഞ്ഞിട്ടില്ല, ആത്മാവ് ഇടപെട്ട് വെച്ചു. അപ്പോഴുണ്ട് ഒരു ഫാമിലിക്ക് ഭയങ്കര ആഗ്രഹം, അവർ ചെയ്ത പോലെ എനിക്കും ചെയ്യണം. പക്ഷേ സ്തോത്രം, കുറച്ച് തുക മാറ്റി വെച്ചിട്ട് എനിക്ക് പറ്റിപ്പ് നടത്തണം. ദൈവത്തിൻ്റെ മുമ്പിൽ പറ്റിപ്പ് നടത്താൻ മാറ്റി വെച്ചു. അവരെ തന്നെയായിരുന്നു, വസ്തു അവരതായിരുന്നു, പൈസ അവരെല്ലാം അവരായിരുന്നു. ദൈവദാസൻ ഒന്നും പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. പള്ളിയിൽ വന്നു, കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, ഇത്രയ്ക്കോ വിറ്റത്? ഇത്രയോ ചോദ്യം. ഇത്രയ്ക്കോ?
വിറ്റത്. ആ ഇത്രയ്ക്ക് തന്നെ വിറ്റത്. അപ്പോൾ തന്നെ ആളെന്ത് ചെയ്തു? ആളെന്ത് ചെയ്തു? വീണു അവിടെ. അപ്പോൾ ഉണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഭാര്യ ഒന്നും അറിഞ്ഞില്ല, ഭർത്താവിനെ അടക്കം ചെയ്തു, ഭാര്യ അറിഞ്ഞില്ല, ഭാര്യയും വന്നു. ഏത് സഭയിൽ? അപ്പോസ്തലന്മാരുടെ സഭകളുടെ അപ്പോസ്തല പ്രവൃത്തികൾ ഏത് വാക്യം എടുത്തേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വാക്യം എടുത്തൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 1-ാം വചനം മുതൽ വായിച്ചേ. അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഭീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധ ആത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സാത്താൻ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നുവല്ലോ. അത് വിൽക്കും മുമ്പേ ആരായിരുന്നു? നിന്റേതായിരുന്നല്ലോ. അടുത്ത് വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലായിരുന്നോ? അടുത്ത് ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? എന്തിനാണ് മനസ്സ് വെച്ചത്? കള്ളം പറയാൻ, ഭയങ്കര കള്ളം. എന്തിനാണ് ആത്മാവിനോട് കള്ളം പറയുന്നത്? പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാൻ പോകരുത്. നമ്മൾ പലപ്പോഴും അങ്ങനെ എളുപ്പത്തിനൊരു അത് സാരമില്ലെന്ന് പറയും കള്ളം പറഞ്ഞിട്ട്. എന്തിനാ കള്ളം പറയാൻ പോകുന്നത്? എന്തിനാ കള്ളം പറയുന്നത്? എന്തോന്ന് നേടാൻ കള്ളം പറഞ്ഞ് എന്തോന്ന് നേടി നമ്മൾ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ ആത്മാവിനോട് കള്ളം പറഞ്ഞു. ദേവദാസനോട് പറഞ്ഞെന്തോന്നാ? ഇത്രയ്ക്കേ വിറ്റുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത വരി വായിച്ചേ. മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. നീ വ്യാജം കാണിച്ച ആരോടാ? മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. അടുത്ത വരി. ദൈവത്തിന് നമ്മളെ ഇഷ്ടത്തിന് കൊണ്ടുവരാനല്ല ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ മുട്ടും മടക്കണം. എങ്ങനെ? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ സത്യം എന്ത് പറയുന്ന അതിൻ പ്രകാരം ഞാൻ എൻ്റെ മുട്ടിനെ മടക്കണം. അടുത്ത വരി വായിച്ചേ. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അടുത്ത് ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്ത് വന്നു. ടക്കനെ വേറെ ഒന്നും പറഞ്ഞില്ല. കണ്ടോ ആള് വീണത്? ആത്മാവിനോട് കള്ളം പറഞ്ഞത്. ഇത് ഇന്നും ഇന്നലെ അല്ല, പുതിയ നിയമസഭയിലെ കാര്യമാണ് പറഞ്ഞത്, പണ്ടത്തെ അല്ല. പഴയ നിയമത്തിനകത്ത് ഒരുപാട് സ്ഥലത്തുണ്ട്. വായിച്ചേ. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അവളും പറഞ്ഞു ഇത്രയ്ക്ക്. ഭാര്യയും പറഞ്ഞു, ഭർത്താവ് ഒരുമിച്ച് നിന്ന് കള്ളം പറഞ്ഞു. അടുത്ത വരി. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. മതി. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഭയഭക്തിയോടെ വേണം ദൈവത്തെ എന്ത് ചെയ്യാൻ? ആരാധിക്കാനും ഇരിക്കാനും സ്തുതിക്കാനും മഹത്വം കൊടുക്കാനും എല്ലാം. എങ്ങനെ വേണം? ദൈവഭയം നമുക്ക് വേണം. നമ്മളൊരു കളിപ്പാട്ടത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, നമ്മളൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, ആൾക്കാർ പുതപ്പിക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. സ്വത്രം ഹല്ലേലൂയ. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. അവർ നമ്മൾ വിളിയാക്കാത്ത ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. ജീവനുള്ള സ്തോത്രം സത്യ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നുള്ള ബോധം വേണം. അതുകൊണ്ട് എൻ്റെ ദൈവം ആവർത്തന പുസ്തകത്തിനകത്ത് പറയുകയാണ്, മക്കളെ അടുത്ത വരി വായിച്ചേ. ആവർത്തന പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. ദൈവമായ യഹോവേ, നീ മറക്കാതിരിപ്പാൻ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാൻ. എങ്ങനെ? നമ്മൾ അലക്ഷ്യമാക്കുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തെയും ദൈവത്തിലുള്ളതിനെ അലക്ഷ്യമാക്കും. ബാക്കി എന്തുണ്ടെങ്കിലും തൂക്കിയെടുക്കും. സ്വതന്ത്രം. ഇപ്പോൾ ഒരു സിനിമയുടെ കഥ പറഞ്ഞു നോക്കട്ടെ, എല്ലാവരും ബൈഹാർട്ടാക്കും. പക്ഷേ ഈ മെസ്സേജ് പറഞ്ഞാൽ പറയും ഇന്നത്തെ മെസ്സേജ് എന്താ? സ്വതന്ത്രം. അപ്പോൾ എന്തോന്നാ കയറിയതകത്ത്? വചനമല്ല. പിന്നെ ആ കുട്ടികൾ പുറത്ത് നമ്മുടെ കൂടെ ഓടിക്കൊണ്ട് കിടന്നപ്പം ഗേറ്റ് വഴിയും റോഡ് വഴിയും മുറ്റം വഴി ഓടിയപ്പോൾ ആ സിസ്റ്റർ വഴക്ക് പറഞ്ഞ് എല്ലാത്തിനകത്ത് ഇതാണ് പ്രശ്നം. ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇത്? ഇല്ല. സ്വതന്ത്രം. ഇതല്ല കേൾക്കേണ്ടത്, യേശുവിനെ കേൾക്കണം, യേശുവിനെ കാണണം, യേശുവിനെ പ്രാപിക്കണം. സ്തോത്രം. അങ്ങനെ വേണം പോവാൻ. ഹല്ലേലൂയ. അടുത്ത വരി. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടൊക്കെ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നുമേറി. ആടുമാടുകളൊക്കെ പെരുകി വെള്ളിയും പൊന്നും ഒക്കെ പെരുകുമ്പോഴും നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും. അത് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ ആളുകളെ കണ്ടാൽ പോലും മിണ്ടൂല, നോക്കൂല, സംസാരിക്കൂല. അത്ര ഉള്ളൂ. സ്വത്രം. ഒരു ചിരി ഇരിച്ച അകത്ത് എന്നെ കണ്ട് വടിയിടാന്ന് പറഞ്ഞ അകത്ത് എനിക്കെല്ലാം ഉണ്ടെന്നുള്ള ചിരിയെ. പണ്ടങ്ങനെയല്ല.
അന്ന് കർത്താവ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെന്തോ ആയി, അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. നമ്മളെന്തോ ആയെന്നുള്ള ചിന്തയാണ് നമ്മളെ പലപ്പോഴും എന്നെ ഉൾപ്പെടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ വിട്ട് മാറാത്തടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെ കുറവുകളെ ദൈവം ഉണർത്തുമ്പോൾ ആ വചനത്തിൻ്റെ മുമ്പിൽ വീണ് നമ്മൾ ഏറ്റെടുത്താൽ ഞാൻ പറയാം, നമുക്കത് അനുഗ്രഹമാണ്. അടുത്ത വരി വായിച്ചേ. നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന്, ആ പിശാചിന്റെ അടിമത്തത്തിനകത്ത് നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും, അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച്, കണ്ടോ, നിന്നെ താഴ്ത്തി തീക്കൽ പാറയുന്ന ദൈവം വെള്ളം തന്നത് പരീക്ഷിച്ചു. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന്. പിന്നെ പറയുന്നറിയാമോ, ഞാൻ ജോലി ചെയ്ത് എനിക്ക് കിട്ടി, ആ വീട് പണിതോ, അത് ഞാൻ ലോൺ എടുത്ത് വീട് വെച്ചിട്ട് ലോൺ എല്ലാ ദിവസവും ജോലിക്ക് പോയി ഞാൻ അടച്ചു. ദൈവം ആരോഗ്യം തരാതെ ആർക്ക് ജോലി ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോൾ, സ്തോത്രം, അഹങ്കരിക്കുമ്പോൾ ചിന്തിച്ചോളണം, അപ്പുറത്തൊരു വാളുണ്ട്, മറക്കണ്ട. സ്തോത്രം. ഇതെല്ലാം കിട്ടുമ്പോൾ പിന്നെ എല്ലാം എൻ്റെ കൈ ഇതാരും എനിക്ക് തന്നതല്ല, ഞാൻ എന്തോ ചെയ്ത സംഭവം, വലിയ സംഭവം ഇല്ല, ഒരു സംഭവവും ഇല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ഒരു ചുക്കുമല്ല സഹോദരങ്ങൾ. നമ്മൾ കീഴ്പ്പെട്ടേ തീരും. നമ്മളെ ദൈവത്തിനെ കൊണ്ടൊന്ന് കീഴടക്കി ഇരുത്താനല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങണം, നമ്മൾ മുട്ടും മടക്കണം. വായിച്ചേ. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും. നിന്റെ ഹൃദയത്തിൽ ഒരിക്കലും പറയരുത്, എൻ്റെ സ്വത്രം കഴിവും കൈയുമാണ് ഈ സമ്പത്ത് ഉണ്ടാക്കിയത്. അടുത്ത വരി. പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ ദൈവമായ യഹോവ എന്ത് ചെയ്യണം? ഓർക്കണം. അടുത്ത്. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സമ്പത്തുണ്ടാക്കാൻ ശക്തി എന്നാര്? ദൈവം തരാതെ ഒരു 5 പൈസ ആർക്കും ഉണ്ടാക്കാൻ, അത് നിലനിർത്തണമെങ്കിൽ ആര് കൃപ വരണം? ചിലത് നിങ്ങൾ എല്ലാം ഒന്നിലുള്ളതാ. സ്വത്രം. ഇനി അടുത്ത വചനം പറയും, മനസ്സിലാവും. ഒന്നിലുള്ളതാ. ഇത് മാറണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലേ മാറും. ഇത് ദൈവം തൊട്ടാലേ മാറും, അല്ലെങ്കിൽ മാറൂല, അത് ഒളിഞ്ഞിരിക്കും. ദൈവം തൊട്ടാ ഇത് എരി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ആ കർത്താവിന് നമ്മൾ മറക്കല്ലേ. ദൈവം എല്ലാം തരുമ്പോൾ, ദൈവം എല്ലാം നന്മയും തരുമ്പോൾ, ദൈവം എല്ലാ വിടുതലും തരുമ്പോൾ, എൻ്റെ ദൈവം എല്ലാ അനുഗ്രഹവും തരുമ്പോൾ, എൻ്റെ ദൈവത്തെ മറന്നു കളയല്ലോ. അതുകൊണ്ട് സ്തോത്രം. യോഹന്ന സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് പറയുന്നു, സ്തോത്രം, എൻ്റെ കർത്താവ് പറയുന്നൊരു വരിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് 2 വാക്യം വായിക്കണം. 1 യോഹന്നാൻ 2:27. സ്തോത്രം. 1 യോഹന്നാൻ 4:13 വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 2:27, 1 യോഹന്നാൻ 4:13. സ്തോത്രം. വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം. പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കും. പരിശുദ്ധാത്മാവ് ഉപദേശിക്കും. പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്നത് സത്യ പരിശുദ്ധാത്മാവ് ആണെങ്കിൽ ഉണ്ടല്ലോ, അടങ്ങിയിരിക്കില്ല, ഓടി പള്ളി പോന്നു, ഉണർത്തും. നിങ്ങൾ എത്ര പേര് ഉണർത്താറുണ്ട്? ഞാൻ പറയാം, നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തോന്നുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചിന്തിച്ചെഴുതിക്കോ. ഇതെല്ലാം ഞാൻ സത്യം തന്നെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ കുറവ് ഉണർത്തി തരും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവഹിതമല്ലാത്ത വഴി സഞ്ചരിക്കുമ്പോൾ നില്ലെന്ന് പറയും, കേൾക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സ്തോത്രം, ദൈവത്തിനെ ദുഃഖിപ്പിക്കാൻ തോന്നൂല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. അപ്പം മനസ്സിലാവും. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഒറ്റ എണ്ണവും നിങ്ങളെ ഉപദേശിക്കാൻ ആരഭിഷേകമുണ്ട്? ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ട്. അടുത്ത വരി വായിച്ചേ. അവന്റെ
അഭിഷേകം തന്നെ അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും എനിക്ക് നിങ്ങൾക്കും സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കും. കണ്ടോ, ഭോഷ്കായിരിക്കില്ല, സത്യമായിരിക്കും. പരിശുദ്ധ ആത്മാവാണ് ഉപദേശിക്കുന്നത്. അത് ക്രിസ്തുവിലുള്ളതായിരിക്കും, ക്രിസ്തുവിന്റെ വചനത്തിനകത്തുള്ളതായിരിക്കും. വചനം എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണും. ക്രിസ്തുവിൽ നോക്കുമ്പോൾ ആ ആത്മാവിലുള്ളത് എനിക്ക് ഉപദേശിച്ചു തന്നത് ക്രിസ്തുവിൽ ഞാൻ നോക്കുമ്പോൾ അത് അതിൽ കാണും. ഓ, ക്രിസ്തു യേശുവിൽ കാണും. അത് ക്രിസ്തു യേശുവിൽ വചന വായന ഉണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ ആരാധന ഉണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ അനുസരണം ഉണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ താഴ്മ ഉണ്ടായിരുന്നു, ക്രിസ്തു യേശുവിൽ ദീർഘക്ഷമ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം വേദപുസ്തകത്തിനകത്തുണ്ട്. അതെല്ലാം എന്നിൽ വരണം. ഇതെല്ലാം ആത്മാവാണ് ഉപദേശിച്ചു തരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അകത്തിറങ്ങിയാൽ ഹല്ലേലൂയ, ഞാൻ പറയാം, എനിക്ക് ഉപദേശിച്ചു തരും, എനിക്ക് ഉപദേശിച്ചു തരും, തെറ്റുകളെ ഉണർത്തി തരും, കുറവുകളെ ഉണർത്തി തരും. ഞാൻ പ്രാർത്ഥന വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഒരു ഭവന ആരാധന നടക്കുകയാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, സാഹചര്യം എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ഇരിക്കുന്നെങ്കിൽ നീ ചിന്തിച്ചോ, നിന്നെ ഇരുത്തിയിരിക്കുന്ന ദൈവം അല്ല അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ആരാധനയ്ക്കകത്ത് ഞാനും നിങ്ങൾ ചെന്നിരുന്നാൽ ഒരു വരി ചിലപ്പം കിട്ടുമായിരിക്കും. എന്തോന്ന്, വചനത്തിൻ്റെ ഒരു വരിയായിരിക്കും കിട്ടുന്നത്, ചേർന്ന് കൂടെ ആയിരിക്കും പാടുന്നത്. എന്തോ ഒരു വിടുതല ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദൈവം പരീക്ഷിച്ച് നോക്കും, എൻ്റെ ദൈവം നോക്കും ആ സമയം എന്ത് ചെയ്യുന്നത്. ആ സമയം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, യൂട്യൂബിൽ ഒരു സ്വത്ര എന്തെങ്കിലും ഒന്ന് കാണും, അല്ലെങ്കിൽ ടി വിയിൽ ഒന്ന് കാണും, അല്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തുകാരോട് സംസാരിക്കും. ആ സമയം എന്ത് ചെയ്യുന്നറിയാം, വേറെ പലതും കാണും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ ആരാധനയ്ക്ക് പോകണ്ട, വീട്ടിൽ ഇരുന്ന് വചനം വായിക്കാമെന്ന് വിചാരിക്കും. കൂട്ടായ്മ ആചരിക്കേണ്ട സമയം എന്താ ആചരിക്കണം, വായിക്കേണ്ട സമയം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കേണ്ട സമയം എന്ത് ചെയ്യണം, പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ എന്ത് ചെയ്യണം, കൂട്ടായ്മ നടക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിലൊക്കെ പങ്കെടുക്കണം. നമുക്ക് സാഹചര്യങ്ങളും സാധ്യതകളും അവസരങ്ങളും ദൈവം ഡോർ തുറന്നിട്ട് വരുമ്പോൾ നമ്മൾ അതിനെല്ലാം അലക്ഷ്യമാക്കിയ ഇതിനെല്ലാം കണക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മളാരും മറക്കല്ല. നമ്മൾ വരിക്കും നമ്മൾ ഇന്ന് വരെ ജയിച്ചല്ലോ. ആമേൻ. കർത്താവ് സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം വായിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ ഇങ്ങനെ ചെയ്തു, ഞാൻ നിന്നോടൊന്നും തിരിച്ചു ചോദിച്ചില്ല, അപ്പോൾ നീ കരുതിയോ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നിനക്ക് തോന്നിയോ? നീ ഇതെല്ലാം ചെയ്തു എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. വായിച്ച സങ്കീർത്തനം 50-ന്റെ ബാക്കി നമ്പർ ഇവിടെ പറഞ്ഞേ. 21-ാം വാക്യം വായിച്ചേ. ഇത് നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. നിന്നെ പോലെ ഉള്ളവൻ. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ, ബാക്കി വചനം വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണേ. അടുത്ത വരി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ പോലെ ഉള്ളവനെന്ന്. കർത്താവ് പറയുന്നു, ആമേ, നീ വിചാരിച്ചു നിന്നെ പോലെ ഉള്ള ആളാണ് ഞാനെന്ന്. ഇല്ല, നീ വിളിക്കുന്നിടത്തെല്ലാം നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിന്റെ കക്ഷത്ത് ഒതുങ്ങുന്ന ദൈവം അല്ല ഞാൻ. നിന്റെ ഹൃദയത്തെ ഞാൻ ശോധന ചെയ്യുന്ന ദൈവമാണ്. നിന്നെ മുഴുവനും ഞാൻ മനസ്സിലാക്കുന്ന ദൈവമാണ്. നീ എന്ത് ചിന്തിക്കുന്നെന്ന് അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ അകത്തുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ചിന്ത മനസ്സിലാക്കും. ഓ ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക, ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയും, കർത്താവിൻ്റെ ആലോചന എന്തെന്ന് തിരിച്ചറിയും. വായിച്ചേ അടുത്ത വാക്യം, നേരത്തെ വായിച്ച 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിച്ചേ. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയാലും. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് എന്ത് ഉപദേശിച്ചു തരും? സകലം ഉപദേശിച്ചു തരികയാലും. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കും. അത് ഭോഷ്കല്ല. ഇത് 4:13 വായിച്ചേ. 4:13 വായിച്ചേ അടുത്ത്. ഭോഷ്കല്ല, അത് സത്യം തന്നെയാണ്. അടുത്ത് 4:13, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ. ഓ, എൻ്റെ അകത്ത് യേശു ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ആത്മാവുണ്ടെങ്കിൽ അറിയാം. ഈ ആത്മാവ് പറയും ദൈവം ഇഷ്ടമുള്ളതായിരിക്കും. അത് ബൈബിളിൽ കാണും. അത് ദൈവം അങ്ങനെ ആയിരിക്കും, യേശു അങ്ങനെ ആയിരിക്കും, അത് പ്രസാദിക്കുന്ന കാര്യമായിരിക്കും. അത് എന്നിലൂടെ വരുമ്പോൾ ചിന്തിക്കണം, അത് എന്നിലൂടെ അല്ല, അത് എൻ്റെതല്ല, അത് എൻ്റെതല്ല, അത് പരിശുദ്ധ ആത്മാവിൻ്റെതാണ്, അത് പരിശുദ്ധ ആത്മാവിൻ്റെതാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 15-ന്റെ 1 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം വസിക്കുന്ന അഭിഷേകം നമ്മളിലുണ്ടോ? വായിച്ചേ 15-ന്റെ 1 മുതൽ. വസിക്കുന്ന അഭിഷേകം നമ്മളിലുണ്ടോ? ആമേൻ. വസിക്കുന്ന അഭിഷേകമാണ് നമ്മൾ പ്രാപിച്ചത്. അത് വന്നും പോയി നിൽക്കുന്ന അഭിഷേകമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഓ സ്വത്രം, അവൻ്റെ അഭിഷേകം നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമുക്കറിയാൻ പറ്റും ആ അഭിഷേകം എത്ര പേർക്കുണ്ട്. അങ്ങനെ അഭിഷേകം ഉള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഓരോ സെക്കൻഡ് എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും, കുറവുകളെ ഉണർത്തി തരും.
ദൈവം ഉണർത്തും. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നമുക്ക് തോന്നത്തില്ല, മറ്റുള്ളവരുടെ കുറവ് പറയാൻ തോന്നത്തില്ല, അവരെ പഴിചാരാൻ തോന്നത്തില്ല, അവരെ അടി ഉണ്ടാക്കാൻ തോന്നത്തില്ല, അനാവശ്യ സംസാരിക്കാൻ തോന്നത്തില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നിങ്ങളുടെ അകത്ത് ഉണ്ടോ സ്നേഹിതരെ? ആമേൻ. ദൈവഹിതമല്ലാത്തതിൻ്റെ പുറകെ പോകത്തില്ല. സമയം എവിടെയൊക്കെ ചെലവഴിക്കുമെന്ന് ഈ ആത്മാവ് നമുക്ക് വേർതിരിച്ചു തരും. എത്ര പേർക്ക് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വേർതിരിക്കാറുണ്ട്? ഇന്ന് നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധ ആത്മാവാണെന്ന് ബോധമുണ്ടോ? ഈ ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. വായിച്ചേ യോഹന്നാൻ 15:1 വായിച്ചേ. സാക്ഷാൽ മുന്തിരിവള്ളി, കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. ഒറ്റ മുന്തിരിവള്ളി അതാരാ? ഒറ്റ തോട്ടക്കാരൻ അതാരാ? പറ. ഒറ്റ മുന്തിരിവള്ളി ആരാ? ആര്? യേശു. ഒറ്റ തോട്ടക്കാരൻ ആര്? യേശു. അടുത്ത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ. കൊമ്പുകളെല്ലാം ആരാ? കൊമ്പുകളൊന്നാണോ? പിന്നെ ഒറ്റ തോട്ടക്കാരൻ, ഒറ്റ മുന്തിരിവള്ളിയിൽ 1000 കോടിക്കണക്കിന് കൊമ്പുകൾ. ആ കൊമ്പുകളിൽ വസിക്കുന്നവരുമുണ്ട്, വസിക്കാത്ത കൊമ്പുണ്ട്. ഈ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുമുണ്ട്, വസിക്കാത്ത കൊമ്പുമുണ്ട്, കായ്ക്കുന്ന കൊമ്പുമുണ്ട്, കായ്ക്കാത്ത കൊമ്പുമുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സ്വത്രം. ഒറ്റ ആര്? മുന്തിരിവള്ളി. പിന്നെ ഒറ്റ ആര്? തോട്ടക്കാരൻ. ഇനി കൊമ്പുകളോ? 1000 അല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത കൊമ്പുകൾ. സ്വത്രം. അതിൽ വസിക്കുന്ന കൊമ്പുണ്ട്, വസിക്കാത്ത കൊമ്പുണ്ട്, കായ്ക്കുന്ന കൊമ്പുണ്ട്, കായ്ക്കാത്ത കൊമ്പുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏതിലാ? വസിക്കുന്ന കൊമ്പാണോ? വസിക്കാത്ത കൊമ്പാണോ? കായ്ക്കുന്ന കൊമ്പാണോ? കായ്ക്കാത്ത കൊമ്പാണോ? സ്വത്രം. ഈ കൊമ്പുകൾ ആരാ? ഞാനും നിങ്ങളുമാണ്. ഈ കൊമ്പ് ആരാ? റോമർക്കെഴുതി ലേഖനം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് ഈ കൊമ്പ് ആര്? റോമർക്കെഴുതി ലേഖനം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ, വേദപുസ്തകം 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്തുണ്ട് ഈ കൊമ്പ് ആരാ? കൊമ്പുകളെന്ന് പറഞ്ഞാൽ ഈ മുന്തിരിവള്ളിയിൽ ഒന്നും സ്വത്രം കിളിർത്ത് പൊട്ടിയതല്ല. ഈ മുന്തിരിവള്ളിയിൽ താനെ കിളിർത്ത് പൊട്ടിയ കൊമ്പല്ല ഞാനും നിങ്ങളും. പിന്നെയോ എവിടെയൊക്കെ ചേറ്റ് കുഴിക്കകത്ത്, എവിടെയൊക്കെ പാപത്തിനകത്ത്. മത്തായി 13-ാം അധ്യായം 44-ാം വചനം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് എവിടെയൊക്കെ പാപത്തിനകത്ത്, എവിടെയൊക്കെ ചേറ്റ് കുഴിക്കകത്ത്, എവിടെയൊക്കെ ചെളിക്കകത്ത് കിടന്ന കൊമ്പാകുന്ന എന്നെ ഏതൊക്കെയോ സ്ഥലത്ത് പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിനകത്ത്, ഓ സ്തോത്രം, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ തല മുതൽ പാദം വരെയും പാപം മൂടി ആർക്കും കയ്യേക്കാൻ പറ്റാത്ത മോശപ്പെട്ട ആളായി കിടന്ന കൊമ്പാകുന്ന എന്നെ എൻ്റെ ദൈവം കണ്ടത് എങ്ങനെയെന്ന് മത്തായി 13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആ വയൽ എന്ത് ചെയ്തു? ആ ചെളിക്കകത്ത് ഒരു നദി കണ്ടിട്ടാണ് ആ വയല് വാങ്ങിയത്. നദി കണ്ടു. ആ നദി ആരാ? നമ്മളാ നദി. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട്. ഈ ലോകം, വയലാകുന്ന ഈ ലോകത്തിൽ ചെളിയാകുന്ന പാപം മ്ലേച്ഛതയ്ക്കകത്ത് കിടന്ന എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം കണ്ടപ്പോൾ ആരും മറക്കാത്തടുത്ത് ദൈവത്തിൻ്റെ കണ്ണിന് ദയ തോന്നിയിട്ട് എന്നെ മറച്ചിട്ട് ആ വയൽ വാങ്ങാൻ യേശു കൊടുത്ത വില അറിയാമോ? മുഴുവനും കൊടുത്ത്. ആമേൻ, 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 ആമേൻ. ലാഭം കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെയോ സ്വത്രം വീടും വസ്തുവും വിറ്റ് വാങ്ങിയതല്ല. അതൊന്നും കൊടുത്താൽ തികയത്തില്ല. യേശുവിൻ്റെ ശരീരം മാത്രം കൊടുത്തതല്ല. ഓ സ്വത്രം, രക്തം മാത്രം കൊടുത്തതല്ല, ജീവനും കൊടുത്ത്. ജീവൻ, രക്തത്തിലാണ് ജീവൻ. ആമേൻ. ജീവൻ കൊടുത്ത് വാങ്ങി. ആ നദി വാങ്ങാൻ വേണ്ടി യേശു കൊടുത്ത വില ജീവനായിരുന്നു. ആ ലോകം ചെളിയെന്ന് കണ്ട സ്ഥാനത്ത്, ലോകം പോക്ക് കേസെന്ന് കണ്ട സ്ഥാനത്ത് ഇനി ഒരിക്കലും എവിടെ രക്ഷപ്പെടൂല, ഇവൻ രക്ഷപ്പെടുകയില്ല, ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്ന് ലോകം കണ്ട സ്ഥാനത്ത് എൻ്റെ ദൈവം പറയുന്നു, ഞാൻ കണ്ടപ്പോൾ, ലോകം തള്ളിക്കളഞ്ഞ ശാലിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവളൊരു നദിയായി തോന്നി. ഇതിനകത്തിരിക്കുന്ന പൈതൽ എന്നെ നിന്നെ
കണ്ടപ്പോൾ എൻ്റെ ദൈവം പാപി എന്നല്ല തോന്നിയത്, ഒരു നദിയായി തോന്നി. കർത്താവ് മറച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത വരി വായിച്ചേ. തന്റെ സന്തോഷത്താൽ ചെന്ന്, ഓ കർത്താവ് എന്നെ കണ്ടപ്പോ ചെളിക്കകത്ത് കിടക്കുന്ന പാപിയായ, കയ്യിലെടുക്കാൻ കൊള്ളാത്ത, 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത എന്നെ കണ്ടപ്പോ, ഹല്ലേലൂയ, കണ്ണ് ശരിയല്ല, വാ ശരിയല്ല, നോട്ടം ശരിയല്ല, ചിന്ത ശരിയല്ല, ഒന്നും ശരിയല്ല, ഒന്നിനും കൊള്ളൂല, ഒരിടത്ത് കൊണ്ടിരുത്താനും പറ്റൂല. അയ്യോ, ഒരു രക്ഷയില്ല, ഒന്നിലും അമ്പിലും വില്ലിലും ഒതുങ്ങാത്ത, ഒരിടവും കൂടെ കൂട്ടാൻ പറ്റാത്ത, ഒന്നിനാലും പിടികിട്ടാൻ പറ്റാത്ത, ഓ കൊടും പാപിയായ എന്നെ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ടല്ലോ, മറച്ചു വെച്ചു. ആൾക്കാർ പറഞ്ഞു ഇതിനെ കൂട്ടത്തിൽ കൂട്ടരുതെന്ന്. ആമേ, മറച്ചു വെച്ചു. ആമേ, എന്നിട്ട് എൻ്റെ ദൈവം പറയുകയാണ്, എനിക്ക് അവളോട് ഇഷ്ടം തോന്നി, എനിക്ക് അവളോട് ഇഷ്ടം തോന്നി. ഇന്നിതിനകത്തിരിക്കുന്ന കൊമ്പുകളെ എൻ്റെ നിങ്ങളുടെ കഴിവും മിടുക്കുമല്ല, ഇതിനകത്തിരിക്കുന്നത് കഴിവല്ല, ഇതിനകത്തിരിക്കുന്ന മിടുക്കല്ല. ഈ മുന്തിരിവള്ളിയിലെ കൊമ്പ് എൻ്റെ നിന്റെ മിടുക്കുകൊണ്ടല്ല, കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. ഓ കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ. നമ്മളെ കഴിവും എടുക്കുക കൊണ്ടല്ല, ആ ചെളിക്കകത്ത് ഞാൻ കിടക്കുമ്പോൾ ഒന്നിനും കൊള്ളൂല. എല്ലാവരും പറഞ്ഞു ഇവിടെ കൊള്ളില്ല, ഒരു രക്ഷയില്ല, ഒരു കൂട്ടത്തിനും കൂട്ടാൻ പറ്റൂല എന്ന് വെച്ചാൽ മോശം വാക്കേ സംസാരിക്കൂ. നോക്കിയാലും പന്നേ നോക്കുള്ളൂ. വിരോധവും വിദ്വേഷവും വെറുപ്പും പകയും എന്ന് വേണ്ട, ആ ഹൃദയത്തിനകത്ത് കിടക്കുന്ന പാപ സ്വഭാവം കണ്ട പുറത്ത് നല്ല വെള്ള തേച്ച ആള്, അകം നോക്കുമ്പോൾ വേറും അയ്യോ വേസ്റ്റ്, ഈ വേസ്റ്റിനെ വേണ്ട എന്ന് പറഞ്ഞ് ലോകം മൊത്തം തള്ളി, വീട്ടുകാരും നാട്ടുകാരൊക്കെ തള്ളി. അത് ആ ചെളിക്കകത്ത് പൊതഞ്ഞു കിടക്കുമ്പോൾ ആ ഒരുവൻ്റെ കണ്ണ് അതിനെ കണ്ടു. ആ കണ്ണ് ആരുടെയാ? കണ്ടിട്ട് എന്തോന്നാ മനസ്സിലാക്കി? എന്തോന്ന് പറഞ്ഞു? ആ വരി ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ. കർത്താവ് പറഞ്ഞ വരി, ആ വരി. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് എന്ത് ചെയ്തു? എന്നെ കണ്ടപ്പോ എന്ത് ചെയ്തു? സന്തോഷിച്ചു. കരഞ്ഞെന്നല്ല, പോക്കുകാസതല്ല പറഞ്ഞത്, പിന്നെ സന്തോഷിച്ചു. എന്നിട്ട് മറച്ചു വെച്ചിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. മതി, ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇനി റോമർക്ക് ലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 17 വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, എൻ്റെ
എൻ്റെയും നിങ്ങളുടെ കഴിവല്ല, ആ കൊമ്പാകുന്ന ഞാനും നിങ്ങളും ഏതൊക്കെ ചെളിക്കകത്ത്, പാപമോഹങ്ങൾക്കകത്ത്, ലോക ഇമ്പങ്ങൾക്കകത്ത് കിടന്ന എൻ്റെ ഞാനും നിങ്ങളുമാകുന്ന കൊമ്പിനെ കരുണാസമ്പന്നനാകുന്ന ദൈവം അവിടെ നടത്തിയെടുത്ത്, ഓ സ്വത്ര ഒറ്റ മുന്തിരിയാകുന്ന ഒറ്റ മുന്തിരിയേ ഉള്ളൂ, അതെൻ്റെ യേശു എന്ന മുന്തിരി. ഒരു പാപമില്ലാത്ത മുന്തിരി, അശുദ്ധിയില്ലാത്ത മുന്തിരി, പകയില്ലാത്ത മുന്തിരി, വിരോധമില്ലാത്ത മുന്തിരി, വിദ്വേഷമില്ലാത്ത മുന്തിരി, അശുദ്ധിയില്ലാത്ത മുന്തിരി, രക്ഷിച്ച മുന്തിരി, സ്നേഹിക്കുന്ന മുന്തിരി, താഴ്മയുള്ള മുന്തിരി, ഭാവിയെ സ്നേഹിച്ച മുന്തിരി, കൂടെ ഇരിക്കുന്ന മുന്തിരി, കണ്ണുനീരൊപ്പുന്ന മുന്തിരി, ഞരക്കം കേട്ട് ഇറങ്ങി വരുന്ന മുന്തിരിയാകുന്ന ക്രിസ്തുവിൽ ആ കൊമ്പാകുന്നു. എന്നെ വായിച്ച് ടക്കനെ വായിച്ചു പോയേ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നോക്കിക്കേ, നമ്മളൊക്കെ പറയും നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ സ്വന്തമായിട്ട് കിളിർത്ത് വന്നതല്ല. ആ മുന്തിരിയിൽ, ആ കർത്താവ് ക്രിസ്തു ആകുന്ന മുന്തിരിയിൽ താനെ മുളച്ചു വന്നതൊന്നും അല്ല ഞാനും നിങ്ങളും. സ്തോത്രം. എന്നിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കരുണാസമ്പന്ന ദൈവം കൃപയാൽ ഒട്ടിച്ചതാണ്. പക്ഷേ ചില സമയം ഒരു നികളം വരും, ഒരു ചാട്ടം, ഒരു വെപ്രാളം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമൊന്നും കൊടുക്കൂല. ഞാൻ എന്തോ വലിയ സംഭവം. കർത്താവ് നെളിയാതെ ഭയപ്പെടും, നെളിയാതെ. ആമേൻ, ഹല്ലേലൂയ. നീ എവിടെയാ കടന്ന കൊമ്പായിരുന്നതാണ്, ഞാൻ നിന്നെ കൃപ തോന്നി ഓട്ടിച്ചതാണ്, നീ എന്നിലാണ് വളരുന്നത്. ആമേൻ, 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 ആമേൻ. ആർക്കും വേണ്ടാതെ, ആരും കയ്യിലെടുക്കാത്ത ഉപയോഗശൂന്യമായി കിടന്ന് നിന്നെ ഞാനാണ് വെട്ടിയെടുത്തത്, ഞാനാണ് നിന്നെ അടർത്തിയെടുത്തത്. നരക തീക്കകത്ത്, പിശാചിന്റെ വായ്ക്കകത്ത്, സാത്താന്റെ കൈക്കകത്തിരുന്ന നിന്നെ. ഹല്ലേലൂയ. വായിച്ചേ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിൽ. എന്തിനാ ഒട്ടിച്ചേ? എന്തിനാ പള്ളി കൊണ്ടുവന്നേ? പറ. കായ്ക്കാത്ത കൊമ്പാകാനാണോ? വസിക്കാത്ത രണ്ട് കാര്യം: കായ്ക്കുന്ന കൊമ്പ്, കായ്ക്കാത്ത കൊമ്പ്; വസിക്കുന്ന കൊമ്പ്, വസിക്കാത്ത കൊമ്പ്. സ്വത്രം. കായ്ക്കുന്ന കൊമ്പ്, കായ്ക്കാത്ത കൊമ്പ്; വസിക്കുന്ന കൊമ്പ്, വസിക്കാത്ത കൊമ്പ്. എന്തിനാ പള്ളി കൊണ്ടുവന്നേ? രക്ഷയിലേക്ക് കൊണ്ടുവന്ന് എന്തിനെ? സ്നാനത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനെ? അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനെ? എന്തിനാ? കായ്ക്കാതെ അങ്ങനെ നിന്ന് അങ്ങനെ ഇലയും പച്ചയിട്ട് പോകാനാണോ? ഇല്ല. കായ്ക്കാൻ, വസിക്കാൻ, കൂടെ സഞ്ചരിക്കാൻ, കൂടെ നടക്കാൻ, ക്രിസ്തുവിന്റെ പാത്രമായി മാറാൻ. വെറുതെ കർത്താവിന് കാൺമനക്കല്ല കൊണ്ടുവന്നത്, പള്ളിക്കകത്ത് കൊണ്ടുവന്നത്, രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. എവിടോ കിടന്ന ചെളിക്കകത്ത് കിടന്ന എന്നെ നദിയായിട്ട് കണ്ട് നല്ല ഒലിവാകുന്ന, പാവമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, കോപമില്ലാത്ത, പകയില്ലാത്ത, വിരോധമില്ലാത്ത എന്റെ യേശുവിൽ എന്നെ ഒട്ടിച്ചത് ആമേ എന്റെ കഴിവ് കണ്ടിട്ടല്ല, എന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടല്ല. എന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കാൻ. ഏത് ഫലം? ക്രിസ്തുവിന്റെ ഫലം. ഏത് ഫലം? ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ ഞാൻ ചോദിക്കട്ടെ, എന്നിലും നിങ്ങളിൽ വരുന്ന ഫലം ഏത്? ഞാൻ നീ ആ ക്രിസ്തുവാകുന്ന മുന്തിരി വഴിയിൽ വസിക്കുകയാണോ? ക്രിസ്തുവിന്റെ വേര് ആഴത്തിൽ പോയിരിക്കുന്നു. ആ വേരിലൂടെ വന്ന ആ മുന്തിരി ശാലിനിയെ ചുമക്കുകയാണ് നിന്നെ. ഞാൻ നിങ്ങളെ ഞെളിയാതെ, ഞാൻ നിങ്ങളെ അഹങ്കരിക്കാതെ, ഞാൻ നിങ്ങളെ എന്തോ വലിയൊരു സംഭവം എന്ന് പറയാതെ, ഞാനെന്തോ വലിയൊരു സംഭവമാണെന്ന് പറയാതെ, ഞാനെന്തോ വലിയ ആളായെന്ന് പറയാതെ, ഈ ലോകത്തിൽ സകല ജനങ്ങളോട് ദൈവം പറയുന്നു, ദൈവത്തിന്റെ മേൽ നീ വലിയ എന്തോ ഒന്നുമല്ല. സകല മനുഷ്യരും ഒന്നുമല്ല ദൈവത്തിന്റെ മുമ്പിൽ. ഇന്ന് പകൽക്കാലം ദൈവം വലിയവൻ. എന്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ദൈവത്തെ. എന്റെ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ ഞാൻ പോണം. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നെകളിക്കരുത്, ഞാൻ നിൽക്കുന്നെന്ന് തോന്നിയ നെകളിക്കരുത്, വന്ന വഴിയെ മറക്കരുത്, എന്നെ വെട്ടിയെടുത്തത് മറക്കരുത്, ആ ചെളി മറക്കല്ലേ, എല്ലാവരും ഉപേക്ഷിച്ച സ്ഥാനം മറക്കല്ലേ, ആത്മഹത്യക്ക് വേണ്ടി നീ ഓടിയത് മറക്കല്ലേ, ആര് നിന്നെ സഹായിക്കാൻ ഇല്ലാതിരുന്നപ്പോൾ നിന്റെ അടുത്ത് വന്നത് മറക്കല്ലേ.
നിന്നെ വെട്ടിയെടുത്തത് മറക്കല്ലേ. എനിക്ക് ജീവിതം മടുത്തു, ഇനി ജീവിക്കണ്ട, മരിച്ചാ മതിയെന്ന്. നീ ട്രെയിനിന്റെ അടി തലവെക്കാൻ ഓടിയ നീ മറക്കരുത്. സ്വോത്രം, നീ മറക്കരുത്, മറന്നു പോകരുത്. സ്വോത്രം, ഹല്ലേലൂയ. നോക്കണം, നീ ദൈവത്തെ അല്ല ചുമക്കുന്നത്, ദൈവം നിന്നെ ചുമക്കുന്നത് നോക്കണം. മുന്തിരി വള്ളിയിലെ കൊമ്പാണെന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം. അടുത്തവര് വായിച്ചേ, ടക്കൻ വായിച്ചേ. ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ. എങ്ങനെയുള്ള പങ്കാളിയായി തീ? ഫലപ്രദമായ എന്തിനെ? ഫലപ്രദമായ ആ വേരിന്, ആ ക്രിസ്തുവിന്, ആ സത്യത്തിന്, സത്യോപദേശത്തിന്, സ്വർഗീയ നന്മകൾക്ക്, സ്വർഗീയ ഭാഗ്യത്തിന്, സ്വർഗീയ സ്വഭാവത്തിന്, ക്രിസ്തുവേശുവിൽ നിറഞ്ഞ് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ പാപത്തിന് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ ശബ്ദമായി മാറാൻ എന്നെ അതിനകത്തങ്ങ് വെട്ടി ഓട്ടിച്ചെങ്കിലോ. ഫലമുണ്ടോ? കൊമ്പിൽ ഫലമുണ്ടോ? ഇല മാത്രമേ ഉള്ളൂ. ഫലമുണ്ടോ? മാസം ക്രിസ്തുവിലാണോ? ഫലമുണ്ടോ? വസിക്കുന്ന കൊമ്പാണോ വസിക്കാത്ത കൊമ്പാണോ? ഫലമുള്ള കൊമ്പാണോ അഹങ്കാരമുള്ള കൊമ്പാണോ? ഞാൻ എന്തോ ആണെന്ന് സ്വത്രം പൊങ്ങച്ചം കാണിക്കുന്ന കൊമ്പാണോ? സെക്കൻഡ് ബൈ സെക്കൻഡായി ആ മുന്തിരിയിലേക്ക് നോക്കിയിട്ട്, ഈ മുന്തിരിയാണ് എന്നെ ചുമക്കുന്നത്, ഞാനല്ല, ഞാൻ നിന്നതല്ല, ഞാൻ നടന്നതല്ല, ഞാൻ ഇരുന്നതല്ല. എൻ്റെ കർത്താവ് എന്നെ ഇതിനകത്ത് ആക്കിയതാണ്. ഒരു യോഗ്യതയില്ല, പുറംപറമ്പിൽ കിടന്നതാ ഞാൻ. പർദീസവാസം നൽകിയതാ. രാജകീയ പുരോഹിത വർഗമാക്കിയതാ. ഒരു ഗുണവുമില്ലായിരുന്നു, ഒരു പാവിയായിരുന്നു. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരു യോഗ്യതയില്ലായിരുന്നു. നരകത്തീക്കകത്ത് പോലും യോഗ്യതയില്ലാത്ത പാവമാണ് ഞാൻ ചെയ്തത്. ആ തീക്കകത്ത് പോകേണ്ട പിശാചിന്റെ പിടിക്കിടന്ന് എന്നെ എൻ്റെ കർത്താവ് പൊക്കിയെടുത്തു, രക്തം കൊണ്ട് കഴുകി, ചെടി കഴുകിക്കളഞ്ഞിട്ട് ആ ഒറ്റ മുന്തിരിയേ ഉള്ളൂ. ആ മുന്തിരി വള്ളിയിൽ എന്നെ നട്ടു. എന്നിട്ട് ആ ഫലപ്രദമായ, വാക്ക് തെറ്റല്ലേ, ഫലപ്രദമായ, ഏത്? ഒന്നും കളയാനില്ലാത്ത, ഒരശുദ്ധിയില്ലാത്ത, ഒരു കള്ളമില്ലാത്ത, ഒരു കപടമില്ലാത്ത, ഒരു പാപമില്ലാത്ത, ഒരു കോപമില്ലാത്ത, ഒരു അശുദ്ധിയില്ലാത്ത, ഒരു വിശുദ്ധി മാത്രമല്ല, പകയില്ലാത്ത, വിരോധമില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സ്വത്രം ഫലപ്രദമുള്ള ആ വേരിന് പങ്കാളിയായി സ്വർഗീയ പങ്കാളിത്തം തന്ന്, ക്രിസ്തുവിലുള്ള പങ്കാളിത്തം തന്ന്, മകളെന്നുള്ള പങ്കാളിത്തം തന്ന്, മണവാട്ടി എന്നുള്ള പങ്കാളിത്തം തന്ന് എന്നെ നിർത്തിയെങ്കിൽ ഞാൻ ഞെളിയരുത്, ദൈവത്തെ ഭയപ്പെടുക. താഴോട്ടുള്ള ഭാഗം കൂടെ ടക്കനെ വായിച്ചേ. ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കല്ലേ. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്രയും ചുമക്കുന്നു എന്ന് ഓർക്കാം. ഞാൻ എൻ്റെ ദൈവത്തെ അല്ല ചുമക്കുന്നത്, ദൈവം എന്നെ ചുമക്കുക. എൻ്റെ കഴിവല്ല നിൽക്കുന്നത്, ദൈവത്തിൻ്റെ ദയ. അപ്പാന്ന് വിളിക്കാൻ തന്ന ദയ. ഈ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ജീവനുള്ള സത്യ ഏക ദൈവത്തെ വാഗൊണ്ട് അപ്പാന്ന് വിളിക്കാനും ആ സ്വർഗത്തിൽ പോകാനും ഒരു പദവി തന്നത് എൻ്റെ കഴിവല്ല. അതുകൊണ്ട് ഞെളിയാതെ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലേക്ക് നോക്കി, ഈ ക്രിസ്തുവാണ് എന്നെ ചുമക്കുന്നതെന്നുള്ള ബോധം. അതുകൊണ്ട് എപ്പോഴും ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ കൊമ്പാണ് ഞാനെന്ന്, ആ വേരിനെ പങ്കാളിയായി ദൈവം തീർത്തതാണെന്ന്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിടാതെ ക്രിസ്തുവിൽ ഫലം കായ്ക്കണമെന്ന് എന്നെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നുവെന്നും, ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവത്തിനെ വലിച്ചിറക്കി കൊണ്ടുവരാനല്ല, ചുമന്നുകൊണ്ട് വയ്ക്കാനല്ല, ചുമന്നാ വരുന്ന ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. പിന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങണമെന്നും, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സറണ്ടറായി ഞാൻ ഏതുമല്ലാതെ വീഴണമെന്നും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.